crashing. Hello friends, welcome back to our YouTube channel. Today we are going to Kerala. ഞങ്ങള് ഇന്ന് നാട്ടിലേക്ക് പോവാണ് അല്ലേ? ഉണ്ണി പറ. We are going in നാട്ടിലേക്ക്. I'm very excited today. ഉണ്ണി ഭയങ്കര എക്സൈറ്റഡ് ആണ് അല്ലേ? ഞങ്ങള് 2 വർഷത്തിന് ശേഷം എല്ലാവരെയും കാണാൻ പോവുകയാണ് അല്ലേ മേരിക്കുട്ട? And see guys, I'm Marion Tiger and our tiger's in my tummy. എല്ലാവർക്കും ഇഷ്ടായോ ചോച്ചക്ക? Everyone like it? It is a tiger in my tummy. The more tiger is coming, I need to run. അപ്പോ ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വിഘ്നേഷ് എത്തിയിട്ടുണ്ട്. വിഘ്നേഷിന്റെ കൂടെയാണ് ഞങ്ങൾ ഇവിടുന്ന് എയർപോർട്ടിലേക്ക് പോകുന്നത്. നമുക്ക് 2 മണിക്കൂറുണ്ട് കേട്ടോ. ഞങ്ങൾ ഹാർട്ട്ഫോർഡിൽ നിന്നല്ല ബോസ്റ്റണിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് പോകുന്ന വഴിക്ക് ഞാൻ എടുക്കാം. അത് കഴിഞ്ഞ് എയർപോർട്ടിൽ എത്തിയിട്ട് കാണാം. ബൈ. വീട്ടിൽ നിന്ന് വൈകുന്നേരം 4 മണിക്ക് ഇറങ്ങാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ 6 മണിയായപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി. 2 മണിക്കൂർ ലേറ്റ് ആയിട്ട് ഇറങ്ങിയത്. നമുക്ക് 2 മണിക്കൂറാണ് ഇവിടെ നിന്ന് ബോസ്റ്റണിലേക്കുള്ളത്. നമുക്ക് 8 മണിക്ക് തന്നെ അവിടെ എത്തും വേണം. 11 മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. ഇനി വല്ല ട്രാഫിക് വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ കുടുങ്ങിപ്പോയത് തന്നെ. ഞങ്ങൾ വെറും 20 ദിവസത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ നാട്ടിലേക്ക് പോകുന്നത്. ഇനി വരുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും ഈ ഭാഗം എന്നുള്ളതൊക്കെ കാണാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ എടുത്തു വെച്ചത്. ചിലപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. കാരണം ഇപ്പോൾ വിൻ്റർ കഴിയാറായതുകൊണ്ട് തന്നെ ഇലകളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. നമ്മൾ വരുമ്പോഴേക്കും എന്തായാലും ഇലകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ഞാൻ ഈ യാത്രയിലൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നിരുന്നത് ഇപ്പം തന്നെ തിരിച്ചു പോരാറാവില്ലേ എന്നുള്ളതാണ്. ഈ 20 ദിവസമൊക്കെ എന്താണെന്ന് പറയുമ്പോഴേക്കും പോയിട്ടുണ്ടായിരിക്കും. എന്തോ ഭാഗ്യത്തിന് ട്രാഫിക് ഒന്നും ഉണ്ടായില്ല. ഞങ്ങൾ കറക്റ്റ് സമയത്തിൽ തന്നെ എയർപോർട്ടിലെത്തി. നമ്മൾ 8 മണിക്കാണ് എത്താൻ വിചാരിച്ചിരുന്നത്. 8 മണിക്ക് തന്നെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ പെട്ടെന്ന് പോകുന്നത് കുറച്ച് ഡെൻ്റൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു എനിക്ക്. ഞങ്ങളിവിടെ ചെക്ക് ചെയ്തപ്പോൾ ഒരുപാട് പല്ലെടുക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ തീരുമാനിച്ചു എന്തായാലും നമുക്ക് നാട്ടിൽ പോയിട്ട്. എയർപോർട്ടിലെത്തി. ഉണ്ണി എവിടെ എത്തി? എയർപോർട്ടിലെത്തി. തണുക്കുണ്ടോ? ജാക്കറ്റല്ല, വേറൊരു ഡ്രസ്സും കൂടി ഇങ്ങനത്തെ എടുത്തണം. ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടി. ഇനി നമുക്ക് ഗേറ്റിന്റെ അങ്ങോട്ട് പോവാം. 11:05 നമ്മുടെ ഫ്ലൈറ്റ്. ഓൺ ടൈം. ഞങ്ങൾ ബാവോ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. ചിക്കനിൽ ഒരു ഓപ്ഷനുള്ളൂ, ടെറിയാക്കി ചിക്കൻ. അത് എങ്ങനെ ഉണ്ടെന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ആർക്കും വിശപ്പൊന്നുമില്ല. ഞങ്ങളെല്ലാവരും ഉച്ചയ്ക്ക് നന്നായിട്ട് ബിരിയാണി കഴിച്ചു. വിശന്നിട്ടില്ല. ഉച്ചയ്ക്ക് ഞങ്ങൾ ലേറ്റായിട്ടാണ് കഴിച്ചത്. ഇനി എന്തായാലും ഫ്ലൈറ്റിൽ കയറിയാൽ ഫുഡ് കിട്ടും. അപ്പോൾ ഇപ്പം എന്തിനാണ് കഴിക്കുന്നതെന്നും ഒരു ആലോചന ഉണ്ട്. പക്ഷെ മീൻകുട്ടിക്ക് വിശക്കില്ലേ ഇത് വിചാരിച്ച് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ബാവോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ചിക്കൻ്റെ വല്ല ഐറ്റംസ് കിട്ടുമോ നോക്കാം. മേരിക്കുട്ടിക്ക് ചിക്കൻ നഗറ്റ്സ് ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടാവും. ചിക്കൻ ടെൻഡേഴ്സ് ഉണ്ട്. ചൂടുണ്ടാവും ചിലപ്പോൾ. അത് മുഴുവൻ കഴിക്കൊന്നും വേണ്ട, ഒന്നെടുത്താൽ മതി. കഴിക്കേ. കഴിച്ചിട്ട് എങ്ങനെയുണ്ട് പറയണേ. ചൂടാ? പ്രജേട്ടൻ കഴിച്ചിട്ട് എങ്ങനെയുണ്ട് പറ. എങ്ങനെയുണ്ട്? സൂപ്പർ. May I have your attention, please? Emirates Flight 230 service to the way station. The following passengers: Gabriel Thomas, Lynch Nicholas, Turret. ഞങ്ങൾ ഗേറ്റിൻ്റെ അവിടെ എത്തി. എല്ലാം കഴിഞ്ഞു.
ഇനി 1 മണിക്കൂർ ബാക്കിയുണ്ട്. വെയിറ്റ് ചെയ്യണം. വെയിറ്റിംഗ് ഉണ്ണി. കുട്ടി ഉള്ളതുകൊണ്ട് ഞങ്ങൾ ആദ്യം തന്നെ കയറാൻ പോകണം. നീ ഫ്ലൈറ്റ് കയറാൻ പോവാണോ? ഞങ്ങൾ ആദ്യമായിട്ടാണ് എമിറേറ്റ്സിൽ കയറാൻ പോകുന്നത്. പഴയ ഫ്ലൈറ്റാണ്. ഉണ്ണി നടക്കില്ല, അച്ഛൻ നടന്നു. അങ്ങനെ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് എമിറേറ്റ്സിലാണ്. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ എമിറേറ്റ്സിൽ കയറുന്നത്. ലെഗ് സ്പേസ് ഒന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ തവണ നമ്മൾ നാട്ടിലേക്ക് പോയത് ഖത്തർ എയർവേസിലായിരുന്നു. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ. നല്ല ഫുഡും ലെഗ് സ്പേസും എല്ലാം ഉള്ളൊരു ഇതായിരുന്നു. ഇനി എമിറേറ്റ്സ് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ ലാസ്റ്റ് പറയാം. ഒരു പില്ലോയും ബ്ലാങ്കറ്റും പിന്നെ ഹെഡ്സെറ്റും ഒക്കെയാണ് അവർ തന്നിട്ടുണ്ടായിരുന്നത്. ഞാനിനി ഏത് സിനിമ കണ്ടിട്ടോ ഈ സമയം ഒന്ന് പെട്ടെന്ന് കഴിയണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണിക്ക് കേൾക്കാനുണ്ടോ? ഹാപ്പി? നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഇതേതാ സിനിമ? നമ്മൾ കണ്ടിട്ടില്ലേ? വാലാട്ടി നമ്മൾ കണ്ടോ? പെട്ടിന്ന് കാണിച്ചെടുക്ക്. ബുക്ക്, കളർ പെൻസിൽ, ഒരു ബാഗ്. നൈസ് ബാഗ്. ഒന്നി ക്യൂട്ട്. I can put my side. ക്യൂട്ട് ആയിട്ടുണ്ടല്ലോ ഉണ്ണി ബാഗ്. I open it. Oh, Amma. ഒരു ബുക്കാണത്. I open it, Amma. ഉണ്ണിക്ക് കളർ കൊടുക്കാനുള്ളതായിരിക്കും. ഫ്ലൈറ്റ് എടുക്കാൻ തുടങ്ങി. ഇനി നമ്മൾ നേരെ ദുബായിലേക്കാണ്. ഇവിടെ നിന്ന് ദുബായിലേക്ക് 12 മണിക്കൂറാണ്. അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് വേഗം സമയം പോകും, കാരണം നമ്മൾ അത്രയും എക്സൈറ്റ്മെൻറ്റിലായിരിക്കും. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോഴാണ് കഷ്ടം. നമുക്ക് അവർ ഫോട്ടോ എടുത്ത് തന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അവരോട് പറയാം, അങ്ങനെ അവർ ഫോട്ടോ എടുത്ത് തരും. നല്ലൊരു ഫോട്ടോ കിട്ടി ഞങ്ങൾക്ക്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും മെനു വന്നു. നമ്മൾ പിന്നെ നോൺ വെജ് ആണല്ലോ എടുക്കുള്ളൂ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഗ്രിൽഡ് ചിക്കനും പിന്നെ ഗാർലിക് ബട്ടർ റൈസ് എന്ന് പറഞ്ഞിട്ടുള്ളതുമായിരുന്നു. ഇവന് കഴിക്കാനുള്ളത് എന്താണെന്നുള്ളതും ആ മെനുവിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ഫുഡ് എത്തി. ഫസ്റ്റ് വന്നത് മീൻകുട്ടിയുടെയാണ്. ആ ഒരു എക്സ്പ്രഷനാണ് നിങ്ങൾ കണ്ടത്. ഒന്നുമല്ല, വെജിറ്റബിളിനോട് അവൾക്ക് എത്ര ഇഷ്ടമാണെന്നുള്ളത്. ശരി, അപ്പൊ വാങ്ങിത്തരാ പോരെ? അത് ചോക്ലേറ്റ് മൂസ് ആയിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് ഒരു കേക്ക് പോലത്തെ സാധനമാണെന്നാണ്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്. ബണ്ണുണ്ട്,
നട്ട്സ് ഉണ്ട്, ചോക്ലേറ്റ്. എൻ്റെ ഫുഡ് നോക്കാം. ചൂടുണ്ട്. ചിക്കൻ, പാസ്ത. ശരി, ഇഷ്ടമുള്ളത് കഴിച്ചോ, ചിക്കൻ കഴിച്ചോ. അപ്പോഴേക്കും ഞങ്ങളുടെ ഫുഡ് എത്തി. ഫ്ലൈറ്റിൽ കയറിയ എപ്പോഴും എന്തായിരിക്കും ഫുഡ്, എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു ആകാംക്ഷയാണ്. കണ്ടപ്പോൾ വിചാരിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുന്നു. വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ എന്ന് പറയാം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിസ്സ വന്നിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങളുടെ വയറൊക്കെ ഫുള്ളായിരുന്നു. ഞങ്ങൾ ഒന്ന് മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അവളുടെ അടുത്ത ഫുഡ് വന്നു. ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. അവൾക്ക് പാൻ കേക്കും ഈ എഗ്ഗ് കൊണ്ടുണ്ടാക്കിയ ബുർജി ഉണ്ടാവില്ലേ, അത് അങ്ങനത്തെ ഐറ്റംസ് ആയിരുന്നു. പക്ഷേ മേഴ്ക്കുട്ടി ആ പാൻ കേക്ക് കുറച്ച് കഴിച്ചു എന്നല്ലാണ്ട് വേറെ ഒന്നും അവൾക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നല്ല സുഖമാണ് കേട്ടോ ഈ പരിപാടി. കിടന്നുറങ്ങുക, ഫുഡ് വരിക, ഭക്ഷണം കഴിക്കുക, വീണ്ടും കിടന്നുറങ്ങുക, അല്ലെങ്കിൽ സിനിമ കാണുക. ഞാനപ്പോൾ ഒരു തമിഴ് സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വലിയ കുഴപ്പമില്ലാത്ത സിനിമ എന്ന് പറയാം. ഇപ്പോൾ ആ സിനിമയുടെ പേരെന്തായിരുന്നു എന്നുള്ളത് ഞാൻ മറന്നുപോയി. മേഴ്ക്കുട്ടി അപ്പുറത്ത് കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞങ്ങളുടെ ഫുഡ് വന്നു. ഞങ്ങൾക്കും എഗ്ഗും പൊട്ടറ്റോയും പിന്നെ കുറച്ച് ബീൻസും ഒക്കെ തന്നെയായിരുന്നു. അങ്ങനെ നീണ്ട 12 മണിക്കൂറുകൾക്ക് ശേഷം നമ്മൾ ദുബായിലെത്താൻ പോവുകയാണ്. ഇനി നമുക്ക് കുറച്ച് മണിക്കൂറുകൾ മാത്രം മതി നമ്മുടെ നാട്ടിലെത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരുപാട് മണിക്കൂറുകൾക്ക് ശേഷം നമ്മൾ ദുബായ് എത്താൻ പോവുകയാണ്. ഈ ദുബായൊക്കെ ഇപ്പം നമ്മുടെ അടുത്തുള്ള രാജ്യം പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇവിടുന്ന് ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ കൊണ്ട് നമ്മുടെ നാട്ടിലെത്തുമല്ലോ എന്നുള്ളൊരു സന്തോഷമായിരുന്നു എല്ലാവർക്കും. ലാൻഡ് ചെയ്തതും എല്ലാവരും കൂടി ക്ലാപ്പ് ചെയ്തിട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് എല്ലാവരും കൂടി ക്ലാപ്പ് ചെയ്യുന്നത് കാണുന്നത്. നമ്മളിപ്പോൾ എവിടെ എത്തി? ദുബായ്. ദുബായിലെത്തി. ഇനി അടുത്ത ഫ്ലൈറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ് അല്ലേ? ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ചായ കുടിച്ചിട്ട് വേണം. നമ്മുടെ ഗേറ്റ് ഇവിടെ തന്നെയാണ്, കാണാവുന്ന ദൂരമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ബോർഡിങ് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ നേരെ അങ്ങോട്ട് പോട്ടെ. ചായ കുടിച്ചു. അടുത്തത് കിട്ടിയിട്ടുണ്ട്. ഇത് ഒരേപോലെയാണോ? സെയിം ബുക്ക്. ബാഗ് ഡിഫറെന്റ് ഉണ്ട് അല്ലേ? ബാഗ് ഡിഫറൻസ് ഉണ്ട് ഇല്ല? അപ്പോൾ ബാഗ് വേറെയാണ്, പക്ഷെ സെയിം ബുക്കാണ്. മേക്കുട്ടിയുടെ ഫുഡ് വന്നു. പക്ഷെ അവൾ നല്ല ഉറക്കമായിരുന്നു. ഞാൻ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് അവളെ എഴുന്നേൽപ്പിച്ച് ഫുഡ് കൊടുക്കാമെന്ന്. അല്ലെങ്കിൽ ഉറക്കക്ഷീണവും നല്ലോണം ഉണ്ടാവില്ലേ. അപ്പോഴേക്കും ഞങ്ങളുടെ ഫുഡ് വന്നു. ഈ ഫുഡ് നല്ലതായിരുന്നു, മറ്റേതുപോലെ ആയിരുന്നില്ല. നമ്മുടെ നാട്ടിലെ ഫുഡാണെന്ന് തോന്നുന്നു. നല്ല കുത്തരിച്ചോറും ചിക്കൻ കറിയും ഒക്കെ ആയിരുന്നു. ഞാൻ ആസ്വദിച്ച് കഴിച്ചു. കാരണം അത്രയും നേരം ഫുഡ് എനിക്ക് ശരിയായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഫുള്ള് ഞാൻ കഴിച്ചു. അങ്ങനെ നമ്മൾ നാട്ടിലിറങ്ങാറായി. ഇനി 6 മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി നാട്ടിലെത്തിയ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബൈ.